ഹായ് ഓൾ. നമുക്ക് ഇംഗ്ലീഷ് എന്ന് കേൾക്കുമ്പോൾ തന്നെ പേടിയാണല്ലേ, പ്രത്യേകിച്ച് ഗ്രാമർ എന്ന് കേൾക്കുമ്പോഴേ. അതിൽ തന്നെ ടെൻസ് ആയാലോ നമുക്ക് കൂടുതൽ കൺഫ്യൂഷനായി. ഞാൻ നിങ്ങളെപ്പോലെയൊക്കെ തന്നെയാണ്, എനിക്കും എൻ്റെ അവസ്ഥയും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ആദ്യമേ തന്നെ പറയട്ടെ, ഞാൻ ഒരു ഇംഗ്ലീഷ് ടീച്ചറൊന്നുമല്ല, ഞാൻ രജിസ്റ്റേർഡ് നേഴ്സാണ്. അപ്പം എനിക്കിതിലുള്ള ഒരു ചെറിയ നോളജ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കിന്ന് ടെൻസിനെ കുറിച്ച് നോക്കിയാലോ? ഓക്കെ അല്ലേ എല്ലാവരും? അപ്പം നമുക്ക് നോക്കാം. ടെൻസ് നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ 3 ഫോംസാണുള്ളത്. പ്രസൻറ്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്, ഇങ്ങനെ 3 ഫോംസാണുള്ളത്. അതിൽ പ്രസൻറ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ വർത്തമാനകാലം, നമ്മളിപ്പം ജീവിക്കുന്ന കാലഘട്ടം. പാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭൂതം, കഴിഞ്ഞു പോയി, ഇന്നലെ, അതാണ് പാസ്റ്റ് ടെൻസ്. ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ വരാനിരിക്കുന്ന കാലം അല്ലേ. നമ്മൾ ഫ്യൂച്ചറിനെ കുറിച്ച് സ്വപ്നം കാണാറില്ലേ, എന്തൊക്കെ ഉണ്ടെന്നുള്ള സ്വപ്നങ്ങൾ, അതാണ് ഫ്യൂച്ചർ ടെൻസ്. അതിൽ തന്നെ വീണ്ടും കാറ്റഗറി ആയിട്ട് തിരിക്കുന്നുണ്ട്. പ്രസൻറ്റ് ടെൻസ് ആണെങ്കിൽ സിമ്പിൾ പ്രസൻറ്റ്, പ്രസൻറ്റ് കണ്ടിന്യൂസ്, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, അങ്ങനെ കാറ്റഗറികളായിട്ട് തിരിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇതിനെക്കാട്ടും കുറച്ചും കൂടി എളുപ്പം സിമ്പിൾ എന്ന് പറഞ്ഞ് ചെറിയൊരു ഫോം എടുത്ത് ആ സിമ്പിളിനെ എല്ലാ ടെൻസിനും വെച്ച് യൂസ് ചെയ്ത് അതായത് ഇന്നിപ്പം സിമ്പിൾ പ്രസൻറ്റ് ആണെങ്കിൽ നാളെ സിമ്പിൾ പാസ്റ്റ്, അങ്ങനെയാകുമ്പോൾ നമുക്ക് ഇച്ചിരി കൂടി മനസ്സിലാക്കാനായിട്ട് നമുക്ക് എളുപ്പമുണ്ട്. അങ്ങനെ നമുക്ക് നോക്കാം. അതായിരിക്കും, ഞാൻ ആ മെത്തേഡിലാണ് പഠിച്ചത്. അപ്പം അതാണ് നമുക്ക് കുറച്ചും കൂടെ നല്ലത്, നമുക്കൊന്നും കൂടെ ഗ്രാസ്പ് ചെയ്യാനായിട്ട് എളുപ്പം അങ്ങനെ നോക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. പ്രസൻറ്റ് ടെൻസ്, അതിൽ തന്നെ സിമ്പിൾ പ്രസൻറ്റ്, അതിൻ്റെ ഫോം അറിയാമോ? അതിൻ്റെ ഫോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ തന്നെ ആക്റ്റീവ് വോയിസും ഉണ്ട്, പാസീവ് വോയിസും ഉണ്ട്. അത് വലിയ പിടികിട്ടാൻ സംഭവമൊന്നുമല്ല, നമുക്ക് മനസ്സിലാക്കാൻ പറ്റാവുന്ന കാര്യമാണ്. പക്ഷെ നമുക്ക് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നമ്മളൊരു കാര്യം വായിക്കുമ്പോൾ ചിലപ്പം അവരുദ്ദേശിച്ച മീനിങ് ആയിരിക്കില്ല നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നത്, അതിൽ തന്നെ ഡിഫറൻസ് വരും. ഇപ്പം നിങ്ങളൊരു IELTSO OET ഒക്കെ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ അത് നിങ്ങൾക്കത് മനസ്സിലാവും. പ്രത്യേകിച്ച് ഒരു ടോപ്പിക്കൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ 2 സംഭവത്തിൻ്റെ റീഡിങ്ങിൻ്റെയൊക്കെ 2 സംഭവം മനസ്സിലായില്ലെങ്കിൽ ചിലപ്പം നമ്മൾ ആൻസർ സെലക്ട് ചെയ്യുന്നത് റോങ് ആൻസറിലായിരിക്കും. കാരണം എന്താ, നമുക്ക് ഈ സംഭവം അറിയത്തില്ലാത്തതുകൊണ്ട്. അപ്പം ഇത് നമുക്ക് യൂസ്ഫുള്ളാണ്. ഇത് മെയിനായിട്ട് ഞാൻ ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. കാരണം വെച്ചാൽ ഇപ്പം എനിക്കറിയാവുന്ന തന്നെ ചെറിയ കൊച്ചു പിള്ളേരുണ്ട്. അപ്പം അവർക്കിത് അറിയത്തില്ലാത്ത മൂലം അവർക്ക് ആ ഇംഗ്ലീഷിൻ്റെ അവർക്ക് ഇപ്പം അറിയാമല്ലോ, ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ സ്വയമായിട്ട് ക്രിയേറ്റീവ് ചെയ്യാൻ, എഴുതാൻ അങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നത്. അപ്പം അവർക്ക് സംഭവം അറിയാം, പക്ഷേ അത് ഗ്രാമറിലുള്ള മിസ്റ്റേക്ക്, അപ്പം നമ്മൾ ഉദ്ദേശിച്ചത് തന്നെ അത് മാറിപ്പോകും. അപ്പം എന്താ പറഞ്ഞു വന്നത്, ഫോംസ് അല്ലേ. ആക്റ്റീവ് വോയിസ് എൻ്റെ ഫോമാണ് സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്. സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ കർത്താവ്, അതായത് പ്രവൃത്തി ചെയ്യുന്ന ആൾ. ആരാണോ പ്രവൃത്തി ചെയ്യുന്ന ആളെയാണ് കർത്താവ്. നമ്മൾ ചെറുപ്പത്തിൽ അങ്ങനെയല്ലേ പഠിച്ചു വെച്ചേക്കുന്നത്, കർത്താവ്, പ്രവൃത്തി ചെയ്യുന്ന വ്യക്തിയാണ് ഇവിടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. പിന്നെ വെർബ്, ക്രിയ, എന്ത് പ്രവൃത്തിയാണോ ചെയ്തത് അതാണ് ക്രിയ. അതിൽ വെർബ്, അതവിടെ നിൽക്കിട്ട് പറയാം. വെർബ് പ്ലസ് ഒബ്ജക്റ്റ്, എന്താണ്, അതായത് നമ്മൾ ചെയ്തത് എന്ത് എഫക്റ്റാണ് ഉണ്ടാക്കിയത്, അല്ല ആരിലാണോ എഫക്റ്റ് ഉണ്ടാക്കി അതാണ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇത് എക്സാമ്പിൾ വെച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലിയർ ആകും. ഒന്നുകൂടെ ഫോം പറഞ്ഞ് എല്ലാവരും. ആക്റ്റീവ് വോയിസ്, സബ്ജക്റ്റ്, ആക്റ്റീവ് വോയിസിൻ്റെ അത് സിമ്പിൾ പ്രസൻ്റ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സിമ്പിൾ പ്രസൻറ്റിൻ്റെ ആക്റ്റീവ് വോയിസിൻ്റെ ഫോമാണ് സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്. ഇതിൽ തന്നെ വെർബിനെ വീണ്ടും നമ്മൾ തിരിച്ചേക്കുന്നത് V1 or V1S. അപ്പം പിന്നെ ഇത് ആദ്യമായിട്ട് കേൾക്കുന്ന പ്രത്യേകിച്ച് കുട്ടികൾക്കാണെങ്കിൽ കൺഫ്യൂഷനായി, ഇതാണ് V1 or V1S. വെർബിന് 5 ഫോമാണുള്ളത്. അതിൽ V1 എന്ന് പറഞ്ഞാൽ വെർബിൻ്റെ ബേസ് ഫോം. ഉദാഹരണത്തിന് ഇപ്പോൾ റൈറ്റ്,
അതിൻ്റെ റൈറ്റ് റോഡ് അറിയാമല്ലോ, അറിയത്തില്ല നമുക്ക് നോക്കാം അത്. അതാണ് റൈറ്റ് V1 ഫോം. പിന്നെ V1S ഫോം റൈറ്റ്സ്. അപ്പോൾ സബ്ജക്റ്റ് V1 or V1S പ്ലസ് ഒബ്ജക്റ്റ്, ഇതാണ് ഒരു ഫോം. ഇതെല്ലാവരും ബൈഹത്താക്കിയല്ലോ. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം അല്ലേ. ഐ റൈറ്റ് എ ലെറ്റർ. ഇവിടെ ഐ എന്ന് പറഞ്ഞാൽ ആരാണ്? ഞാൻ. അതാണ് സബ്ജക്റ്റ്, ഞാൻ. ഐ റൈറ്റ് എ ലെറ്റർ. ഞാൻ എന്ത് ചെയ്യുമായിരുന്നു? ഞാൻ ലെറ്റർ എഴുതുന്നു. അതിൽ കർത്താവ്, ആരെ പ്രവൃത്തി ചെയ്തത്? ഞാൻ അല്ലേ. അതാണ് ഐ, സബ്ജക്റ്റ്. മനസ്സിലായോ? റൈറ്റ് എ ലെറ്റർ. ഇതിൻ്റെ അകത്തിൽ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ് അതിൽ വെർബ് ഏതാ? V1 ഏതാ? റൈറ്റ്. അതാണ് എന്താണോ പ്രവൃത്തി, എഴുതുന്നു അല്ലേ, എഴുതുക. അതാണ് ഇവിടെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി. ആ പ്രവൃത്തിനെ നമ്മളതിനെ വെർബ് എന്ന് പറയുന്നു. പിന്നെ ഒബ്ജക്റ്റ്. എന്താ എഴുതിയത്? ഒരു ലെറ്ററാണ് എഴുതിയത് അല്ലേ, എ ലെറ്റർ. അതാണ് ഒബ്ജക്റ്റ്. ഇപ്പം നിങ്ങൾക്ക് വീണ്ടും കൺഫ്യൂഷൻ ആയില്ലേ? ഇത് ഫോം പറഞ്ഞപ്പം സബ്ജക്റ്റ് V1 or V1S പ്ലസ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു. ഇവിടെ എസ് ഒന്നും കാണുന്നില്ലല്ലോ, അതെന്താണ്? അത് ക്ലിയർ ആക്കാം. ഹി, ഷീ, ഇറ്റ്. ഇതാണ് സബ്ജക്റ്റ് എങ്കിൽ അവിടെ എസ് ഫോം വരും. അതായത് നേരത്തെ പറഞ്ഞത് ഐ റൈറ്റ് എ ലെറ്റർ. ഇവിടെ സബ്ജക്റ്റ് ഐ എന്ന് പറഞ്ഞു. ആ സ്ഥാനത്ത് അവിടെ ഷീ ആയിരുന്നെങ്കിലോ? ഷീ റൈറ്റ്സ് എ ലെറ്റർ. ഇപ്പം മനസ്സിലായോ V1Sൻ്റെ യൂസ് എങ്ങനെയാണ്? അവിടെയാണ് നമ്മൾ എസ് ഫോം ചേർക്കുന്നത്. ഇനി അവിടെ ഇപ്പോൾ ഹിയോ ഷിയോ ആണെങ്കിൽ നമ്മൾ എസ് ഫോം ചേർക്കുന്നു. ഇപ്പം ദൈ ആണെങ്കിലോ? ദൈ റൈറ്റ് എ ലെറ്റർ. ദൈ ആണെങ്കിൽ മാറ്റമൊന്നുമില്ല, റൈറ്റ് എ ലെറ്റർ. V1 ഫോം തന്നെയാണ് അവിടെ വരുന്നത്. ഹിയോ ഷിയോ ഇറ്റോ വരുവാണെങ്കിൽ മാത്രമാണ് എസ് ഫോം ചേർക്കുന്നത്. മനസ്സിലായോ? ഡിഫറൻസ് മനസ്സിലായില്ലേ? അപ്പോൾ ഇതിപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇതായതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് പിടികിട്ടും. ചില സമയത്തൊക്കെ ഹി റെഫേഴ്സ്. അതെന്തുകൊണ്ടാണ് റെഫേഴ്സ് എന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് നമുക്ക് പണ്ടൊക്കെ നമുക്ക് കൺഫ്യൂഷൻ അടിച്ചിട്ടുണ്ടല്ലേ. റെഫേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ളത് എന്താ? യെസ്. എനിക്കിപ്പോഴും പ്ലൂറൽ സബ്ജക്റ്റിലൂടെയൊക്കെ എല്ലാ പ്ലൂറിൻ്റെ കൂടെ അല്ല ഞാൻ പറയുന്നത്, ചില പ്ലൂറൽസ് യെസ് ഫോം ചേർത്തിട്ടുണ്ടെങ്കിൽ അത് പ്ലൂറലാവും അല്ലേ. അങ്ങനെ എസ് അല്ലെങ്കിൽ യെസ്. ഇപ്പം അത് നമ്മൾ റെഫേഴ്സ് എന്ന് പറയുമ്പോൾ അത് പ്ലൂറലാണോ അങ്ങനെ ഒരു ഡൗട്ട് നമുക്ക് തോന്നിയിട്ടില്ലേ? അപ്പോൾ ഇപ്പോൾ അത് ക്ലിയർ ആയോ? ക്ലിയർ ആയി ഞാൻ വിശ്വസിക്കുന്നു. അപ്പം അതിൻ്റെ ആക്റ്റീവ് വോയിസിൻ്റെ ഫോമാണ് നമ്മൾ പഠിച്ചത്. സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്. വെർബിൽ തന്നെ V1 or VS. ഇനി വെർബിൻ്റെ 5 ഫോമുണ്ട്. നമുക്ക് നെറ്റിലടിച്ചാൽ കിട്ടും. അല്ലാണ്ട് ഒരു ദിവസം നമുക്കതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഇനിയിപ്പോൾ ഇത്രയും പറയാനാണ് ആഗ്രഹിക്കുന്നത്. ഇതിൽ തന്നെ പാസീവ് ഫോമും ഉണ്ട്. നമ്മളിത് രണ്ടും മനസ്സിലാക്കിയിരിക്കണം. നമ്മൾ നാളെയല്ല നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പാസീവ് ഫോമിനെ കുറിച്ച് പാസീവ് ഫോം ഇതിൻ്റെ സിമ്പിൾ പ്രസൻറ്റ് പാസീവ് ഫോമിനെ കുറിച്ച് നമുക്ക് നോക്കാം. അപ്പം കുട്ടികളോടെയാണ് പറഞ്ഞത്, പിന്നെ അല്ലെങ്കിൽ മുതിർന്നവർ ആരും ആയിക്കോട്ടെ, അതിപ്പോൾ തന്നെ ഇത് ബഹിയാത്താക്കിക്കൊള്ളുക. എന്നിട്ട് ഒരു പേപ്പർ അല്ലെങ്കിൽ ഒരു ബുക്ക് എടുത്തിട്ട് ഇത് നമ്മൾ എഴുതി വെക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ അടുത്തത് എഴുതി വെക്കുക. അങ്ങനെ നമ്മൾ എഴുതി വെച്ച് നമ്മൾ ആദ്യം ഇങ്ങനെ പഠിക്കുന്നവർക്ക് അത് വീണ്ടും റിവൈസ് ചെയ്ത് പോകുമ്പം നമുക്കത് ഓക്കെ ആയിക്കോളും. ഇത്രയും ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. അതുകൊണ്ടാണ് ഞാൻ ചെറിയ കുഞ്ഞു കഷ്ണങ്ങളായിട്ട് എടുക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ഇത് ഒറ്റയടിക്ക് അങ്ങ് പറഞ്ഞു പോകാവുന്നതേ ഉള്ളൂ. വേഗം സ്പീഡിൽ അങ്ങ് പറഞ്ഞു പോകാം. അല്ലാണ്ട് നമ്മുടെ മനസ്സിൽ തങ്ങാൻ വേണ്ടിയാണ് ഇങ്ങനെ പറയണത്.
പിന്നെ ഇതെൻ്റെ ഫസ്റ്റ് യൂട്യൂബ് ചാനലാണ്. യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വേണ്ടിയാണ്. അപ്പം എന്തെങ്കിലും യൂസ്ഫുള്ളായ കാര്യങ്ങൾ ചെയ്യണമല്ലോ. ഒട്ടുമിക്കവർക്കും അറിയായിരിക്കും, അറിയത്തില്ലാത്തവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണിത്. കാരണം വെച്ചാൽ ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത വ്യക്തിയാണ്. ചിലപ്പോൾ നമ്മൾ പണ്ട് ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ട്. ഞാൻ മലയാളം മീഡിയത്തിൽ പഠിച്ച വ്യക്തിയാണ്. അപ്പം നമുക്ക് അറിയാമല്ലോ, അതിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഇത് അറിയത്തില്ലാത്തവർ ഒത്തിരി പേര് ബുദ്ധിമുട്ടുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് ആഴ്ചയിൽ ഒരു വീഡിയോ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇനിയിപ്പം അതല്ല എന്നുണ്ടെങ്കിൽ, അതായത് ആഴ്ച 2 വേണം എന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ നന്നായിട്ട് പഠിക്കണം. ത്വര ചെയ്യുന്നവർക്ക് ചിലപ്പോൾ ഇത്രയും വെയിറ്റ് ചെയ്തിരിക്കാൻ വേണ്ടി ഇച്ചിരി പ്രയാസം കാണും അല്ലേ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ആഴ്ചയിൽ 2 വീഡിയോ ഞാൻ ഇടും. പക്ഷെ ഒന്ന് വേറൊരു വെറൈറ്റി ഇതായിരിക്കും. മീൻസ് എന്തെങ്കിലും ഒരു മെഡിക്കൽ ടോപ്പിക്കോ, അല്ലെങ്കിൽ എന്തെങ്കിലും ചിരിക്കാനുള്ള സംഭവം. എനിക്കൊരു ചെറിയ വാവയുണ്ട്, അവനെ വെച്ചിട്ട് എന്തെങ്കിലും തരുമോ, അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും നമ്മളെ ചിന്തിപ്പിക്കാനുള്ള കാര്യങ്ങളോ, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ഇപ്പം അതല്ല, നിങ്ങൾക്കിപ്പം ആഴ്ച 2 ഇത് വേണമെന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. മനസ്സിലായില്ലെങ്കിലും കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിലും കമൻറ്റ് ചെയ്യുക. അപ്പം ഇത്രയും നേരം എന്നെ സഹിച്ച നിങ്ങൾക്കെല്ലാവർക്കും താങ്ക് യു.